ഹലോ ഗൈസ്, ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. ആടെയും വീട്ടിൽ ക്ലോസറ്റിൽ നിന്ന് വെള്ളം ഇങ്ങനെ ലീക്ക് ആവുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലഷ് ടാങ്കിൻ്റെ ബോട്ടിലൊന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പതുക്കെ ഈ ഒരു പോർഷൻ അല്ലേ അത് പതുക്കെ ഇങ്ങനെ തിരിച്ചിട്ട് മേലേക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അങ്ങനെ ലീക്ക് ആവാൻ കാരണം ഈ ഒരു ബുഷാണ് കാരണം. നമുക്കിത് ചേഞ്ച് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ അതൊക്കെ ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ അഴിഞ്ഞ് പോരും. ഈ റബ്ബർ ബുഷുകൾ കംപ്ലൈൻ്റ് ആവുന്നതാണ്. ഇതങ്ങ് ചേഞ്ച് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്മുടെ പഴയ റബ്ബർ ബുഷായിട്ട് സെയിം തന്നെ ആയിരിക്കണം. ജസ്റ്റ് അത്യാവശ്യം ഉണ്ടെങ്കിൽ പിന്നെ ലീക്കാവും. അതുകൊണ്ട് ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ സെയിം റബ്ബർ ബുഷനാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഈ ഒരു ലോക്ക് പഴയതുപോലെ തിരിച്ച് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് സെൻറ്റർ പോർഷനിൽ വെച്ച് തന്നെ ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സൈഡിൽ കൂടെ വെള്ളം ലീക്കാവും. സെൻറ്ററിലാണോ നമ്മളൊന്ന് നോക്കാം. എന്നിട്ടിപ്പോൾ അതൊക്കെ സെൻറ്റർ ആക്കിയിട്ട് ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ സെൻറ്ററായിട്ട് തന്നെ നിൽക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പഴയതുപോലെ തന്നെ നമുക്ക് തിരിച്ച് വെക്കാം. അതൊക്കെ ബ്ലോവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പഴയതുപോലെ തിരിച്ച് കയറ്റാം. പതുക്കെ ലോക്ക് ചെയ്യാം. തിരിച്ച് തന്നെ ലോക്കാവും. ഇനി നമുക്ക് പഴയപടി ഫ്ലഷ് ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യാം ഫില്ലാവാനായിട്ട്. അപ്പോൾ നമുക്ക് വെള്ളം ലീക്ക് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്കൂടെ പോകുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളം ലീക്ക് ആവുന്നില്ല. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.